പത്തരമാറ്റിന്റെ ഉടൻ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്കാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അങ്ങനെ നമ്മുടെ നന്ദു എസ് എ ആവുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ പോസ്റ്റിംഗ് സ്വന്തം നാട്ടിലേക്ക് തന്നെയാണ്. ഇതറിയുമ്പോൾ നായനക്കും ദേവയാനിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് ദേവയാനി നായനോട് പറയുന്നുണ്ട്, നന്ദു മോളെ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വിളിക്കണം, എന്നിട്ട് ഒരു ട്രീറ്റ് കൊടുക്കണം. അങ്ങനെ ദേവയാനി എന്ത് ചെയ്യുന്നുണ്ട്, നന്ദുവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദുവിന് ഒരു സമ്മാനം കൂടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു എപ്പിസോഡിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നന്ദുവിൻ്റെ ട്രെയിനിങ് മുടക്കാൻ വേണ്ടിയിട്ട് അനാമികയും വേണും പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ട്രെയിനർക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ, തന്നെ ആക്രമിച്ചത് നന്ദു ആണെന്ന സത്യം. നന്ദു ആണ് തന്നെ തല്ലിയതെന്ന് മനസ്സിലാക്കിയ ട്രെയിനർക്ക് നന്ദുവിനോട് ദേഷ്യം കൂടുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് വേണുവിനെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. പിന്നെ വേണു പറഞ്ഞപ്പോൾ അവൾക്ക് ഇത്രയ്ക്ക് കരാട്ടയൊക്കെ അറിയാമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, എന്താ സാറേ എന്തു പറ്റി, സാറിനോ അവൾ പണി തന്നോ? ആ, ചെറുതായിട്ട് എനിക്കും ഒരു പണി കിട്ടി. രണ്ടെണ്ണം അടിച്ചിട്ട് വന്നതുകൊണ്ട് ആരാണത് ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായില്ല. ഇത് കേൾക്കുമ്പോൾ വീണു പറയുന്നുണ്ട്, അതെ, ഇരുട്ടടി അവളുടെ ഒരു വീക്ക്നെസ്സാ. ഒരു ദിവസം രാത്രി ഈ വീട്ടിൽ കയറി വന്നിട്ട് എനിക്കിട്ടും രേവതിക്കിട്ടും പണി തന്നിട്ട് അവള് പോയത്, ഹെൽമെറ്റൊക്കെ വെച്ചിട്ട്. കൂടെ കുറെ ശിങ്കിടികളും ഉണ്ടായിരുന്നു. ആ, ഇതും കൂടെ ആരോ ഉണ്ടായിരുന്നു. അവള് ഫ്രണ്ടാണെന്നാ തോന്നുന്നത്. അതൊരു പെണ്ണ് തന്നെയാ. എന്തായാലും അവൾക്ക് നല്ലൊരു പണി ഞാൻ കൊടുത്തിരിക്കും, 8ന്റെ പണി തന്നെ. അപ്പോ വീണു പറയുന്നുണ്ട്, തനിക്കിപ്പോ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ. നീയല്ലേ പറഞ്ഞത് അവള് നല്ലൊരു പെൺകുട്ടിയാണ്, എല്ലാത്തിനും പറ്റിയ പെണ്ണാണെന്നൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ. അല്ല, ഇവളൊക്കെ എസ് ഐ ആയിട്ട് പുറത്തു വന്ന സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാ ഞാൻ ചിന്തിക്കുന്നതെന്ന് വീണു പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളവളെയൊക്കെ എങ്ങനെ ഒരു എസ് ഐ പോസ്റ്റിലേക്ക് ഇരുത്തുവെന്നാ ഞാൻ ആലോചിക്കുന്നത്. സാർ ഒരു കാര്യം ഓർമ്മിക്കണം, എന്ത് ചതിയിലൂടെ ആയിക്കോട്ടെ അവൾ ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല. ശരിയാ, ഇവളൊന്നും എസ് ഐ ആയാൽ ശരിയാവില്ല, നാടിന് തന്നെ ശാപമായിരിക്കും. ഞാനിവിടെ ട്രെയിനിയായി ഉള്ളിടത്തോളം കാലം നന്ദുവിനൊരിക്കലും എസ് ഐ പോസ്റ്റ് കിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് നന്ദുവും കൂട്ടുകാരിയും കൂടി സംസാരിക്കുന്നതാണ്. നന്ദുവിനോട് കൂട്ടുകാരി പറയുന്നുണ്ട്, ഇന്ന് അവിടെ ഫൈറ്റ് നടത്തിയത് യേശും നീയായിട്ട് തല്ലി തോക്കാൻ വേണ്ടിയൊന്നുമല്ല. അയാൾക്ക് നല്ല സംശയമുണ്ട് നീയാണോ അയാളെ തല്ലിയതെന്ന്. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നിനക്ക് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ ഒരു മത്സരം നടത്തിയത്. എടി, എനിക്കത് മനസ്സിലായി. പക്ഷെ നേരെ വന്ന് മഹേഷിനെ അടിക്കുമ്പോൾ അടി കൊണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല. ഇനിയിപ്പോൾ അയാളത് മനസ്സിലാക്കിയാലും എനിക്കൊന്നുമില്ല. നമ്മുടെ ട്രെയിനി ഉണ്ടല്ലോ, ആരോ വാക്ക് കേട്ടിട്ടാ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. എന്നോട് വല്ലാതൊരു വാശി പോലെ അയാൾക്ക്. അതെന്താണെന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. എന്നിട്ട് അയാൾക്ക് തക്കതായ ശിക്ഷ തന്നെ ഞാൻ കൊടുക്കും. മനസ്സിലെന്തോ വെച്ചിട്ടാ അയാൾ എന്നോട് പെരുമാറുന്നത്, അതെനിക്ക് ഉറപ്പാ. ഒരു സസ്പെൻഷനെങ്കിലും ഞാൻ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്കും, അതുറപ്പാ. നിന്റെ വീട്ടുകാരൊക്കെ വലിയ ആൾക്കാരല്ലേ, നിനക്ക് ഇയാളെക്കുറിച്ച് ഒന്ന് അന്വേഷിപ്പിച്ചൂടെ അവരെ കൊണ്ട്? ഞാൻ എൻ്റെ നാനേച്ചോടക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അവരോട് പറയാനാ പറഞ്ഞത്. ഈ സമയത്ത് അനന്തപുരിയിൽ നടക്കുന്നതാണെങ്കിലോ ചന്തുമോളുടെ പേരിൽ അവിടെ മൊത്തം പ്രശ്നത്തിലാണ് കേട്ടോ. നവ്യയ്ക്ക് നായനെയും ആദർശും ദേവയാനിയൊന്നും ചന്തുമോളെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. തൻ്റെ കുഞ്ഞിന് കിട്ടേണ്ട സൗഭാഗ്യങ്ങളൊക്കെ ആ കുഞ്ഞടിച്ചു മാറ്റിയെന്നാണ് നവ്യയുടെ പരാതി. ഇത് നവ്യ ചിന്തിക്കുന്നുണ്ട്, സത്യത്തിൽ ഇത് ആദർശേട്ടൻ്റെ കുഞ്ഞ് തന്നെയായിരിക്കില്ലേ? എന്നാലും നായനക്ക് മാത്രമേ ആ കുഞ്ഞിനെ അംഗീകരിക്കാൻ പറ്റൂ. മറ്റൊരു പെണ്ണാണ് നായനയുടെ സ്ഥാനത്തെങ്കിൽ തീർച്ചയായും സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഈ സമയത്ത് ജലജയും ജാനകിയും കൂടി നവ്യയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശിൻ്റെ കുഞ്ഞായതുകൊണ്ടാണ് അനന്തപുരിയിൽ ചന്തുമോൾക്ക് ഇത്രയും വലിയ സ്ഥാനം കൊടുക്കുന്നത്. ഇതൊന്ന് ഇല്ലാതാക്കിയേ പറ്റൂ എന്ന് പറയുന്നുണ്ട്.